തിരുവനന്തപുരത്ത് 19കാരിയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സുരക്ഷാ പരിപാടിക്ക് തുടക്കമിട്ട റെയിൽവേ പോലീസ്. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിലാണ് പരിപാടി. മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്താൻ ആൾക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തും. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ RPF-ഉം റെയിൽവേ പോലീസും ചേർന്ന് പരിശോധന നടത്തി. ഷാബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ. ഷാബാസ്, പറയൂ. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി വ്യാപക പരിശോധനയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ട്രെയിനുകളിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും അടക്കമാണ് പരിശോധന. മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്താനായാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്ത് 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ പോലീസും RPF-ഉം പരിശോധനകൾ വ്യാപിപ്പിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ വരുന്ന എല്ലാ ട്രെയിനുകളിലെയും യാത്രക്കാരെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ചെത്തുന്ന യാത്രക്കാരെ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് RPF-ഉം റെയിൽവേ പോലീസും അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ ഇത്തരത്തിലൊരു വ്യാപക പരിശോധന എല്ലാവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ട്രെയിനുകളിലെ മുഴുവൻ യാത്രക്കാരെയും പരിശോധിക്കുകയാണ്. ഈ മദ്യപിച്ചെത്തിയ ആളുകളെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് കേസെടുക്കുകയും അവരുടെ യാത്ര റദ്ദാക്കുന്ന തരത്തിലടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഏത് തരത്തിലാണ് സാർ പരിശോധന? പരിശോധന തരത്തിലുണ്ട്. ഒന്ന്, കോൺട്രാബാൻഡ്സ് ഐറ്റംസ് എന്തെങ്കിലും ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ യാത്രക്കാരെ മദ്യപിച്ചോ മറ്റോ യാത്രക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി പരിശോധിച്ച് യാത്ര മറ്റ് മാർഗങ്ങളിലേക്ക് മടക്കി വിടുന്നുണ്ട്. ട്രെയിനിൽ അവരെ യാത്രയ്ക്ക് അനുവദിക്കാത്ത ഒരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും നടപടി ഉണ്ടാവുക? മദ്യപിച്ച് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും IR ആക്ട് അനുസരിച്ച്, റെയിൽവേ ആക്ട് അനുസരിച്ച് നിയമ നടപടിയെടുക്കും. അതുകൂടാതെ KP ആക്ട് അനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അവരുടെ യാത്ര റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അവരുടെ ഓരോരുത്തരുടെയും കണ്ടീഷൻ പരിശോധിച്ചുകൊണ്ട് അവർ അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് അനുവദിക്കില്ല. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട്. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. അത് തുടർച്ചയായിട്ട് പരിശോധന നടത്തുവാനാണ് ബഹുമാനപ്പെട്ട DGP-യും അതുപോലെ തന്നെ റെയിൽവേ പോലീസ് സൂപ്രണ്ടും അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഉള്ള പരിശോധന സംസ്ഥാനത്താകെ നടക്കുന്നുണ്ട്. അമിതമായി മദ്യപിച്ചെത്തി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ഈ പരിശോധന ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ പരിശോധന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മദ്യപിച്ചോ എത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാത്രക്കാർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിക്കുക. എന്തായാലും ഈ പരിശോധന നിലവിൽ തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ പരിശോധന വ്യാപകമായി ഉണ്ടാകുമെന്നാണ് റെയിൽവേ പോലീസും RPF-ഉം അടക്കം ഇപ്പോൾ അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബിൻ ജത്തിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.